ഹായ് ഹലോ പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, 2026 ജൂലൈ മാസത്തെ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനൊക്കെ അടുത്ത മാസം വരികയാണ്, അടുത്ത മാസം ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനും ഡിഗ്രി ലെവൽ മെയിൻസിന്റെ എക്സാമിനേഷനും 10th ലെവൽ മെയിൻസിന്റെ എക്സാമിനേഷനും എല്ലാം പ്രയോജനം ചെയ്യുന്ന ജൂലൈ മാസത്തെ ആനുകാലിക വിവരങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മൂഴിക്കൽ പങ്കജാക്ഷിയെ കുറിച്ചാണ്. ആരാണ് മൂഴിക്കൽ പങ്കജാക്ഷി? അതായത് 2026 ജൂലൈ 15 മൂഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. ഏത് കലാരൂപവുമായാണ് മൂഴിക്കൽ പങ്കജാക്ഷി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവക്കളിയാണ്. പാവക്കളിയുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് ആര്? മൂഴിക്കൽ പങ്കജാക്ഷി 2026 ജൂലൈ 15 അന്തരിച്ചു. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അവർ മരണപ്പെട്ടത് കൊണ്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ എ.പി. അഹമ്മദ് കബീർ ആണ്. ഡോക്ടർ എ.പി. അഹമ്മദ് കബീർ ആണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. കേരള സംസ്ഥാന സാക്ഷരതാ അതോറിറ്റിയെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ സാക്ഷരതാ മിഷൻ അതോറിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഡോക്ടർ എ.പി. അഹമ്മദ് കബീർ ആണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പുതിയ ഡയറക്ടർ. ഡോക്ടർ എ.പി. അഹമ്മദ് കബീർ. അടുത്തത് നമ്മൾ നോക്കുന്നത് 2026 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയെ കുറിച്ചാണ്, SDG ഇൻഡെക്സിനെ കുറിച്ചാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രാഫിക്കൽ ഇൻഡെക്സിനെ കുറിച്ചാണ്. 2026 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94-ാമതാണ്. 167 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 94-ാമതാണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ. 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്, 2-ാം സ്ഥാനത്ത് സ്വീഡനും 3-ാം സ്ഥാനത്ത് ഡെൻമാർക്കും. 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡ്, 2-ാം സ്ഥാനത്ത് സ്വീഡൻ, 3-ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. ഇപ്പോൾ 2026 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 94-ാമതാണ്. 167 രാജ്യങ്ങളുള്ള പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡും, 2-ാം സ്ഥാനത്ത് സ്വീഡനും, 3-ാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിനിമയെ കുറിച്ചാണ്. GDN കേട്ടിട്ടുണ്ടാവും. GDN ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന, എക്സാമിന് ചോദിക്കും, ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനും വ്യവസായിയുമായ GD നായിഡുവിന്റെ ജീവിതം പ്രമേയമാക്കിയ സിനിമയാണ് GDN എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്നത് GD നായിഡു ആണ്. GD നായിഡു ആണ് ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇതൊരു ബയോഗ്രഫിക്കൽ ഡ്രാമയായിട്ട് റിലീസായ സിനിമയാണ്. 2026 റിലീസായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനും വ്യവസായമായ GD നായിഡുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് R മാധവൻ മുഖ്യ വേഷത്തിൽ അഭിനയിച്ച് 2026 ഓഗസ്റ്റ് 7 തിയേറ്ററുകളിൽ എത്തിയ തമിഴ് ബയോപിക് ചിത്രമാണ് ഇത് GDN എന്നറിയപ്പെടുന്നത്. മാധവനെ കൂടാതെ പ്രിയാമണി, സത്യരാജ്, അതേപോലെ മലയാളത്തിൽ നിന്ന് ജയറാം, തുഷാര വിജയനൊക്കെ അഭിനയിച്ചതാണ്. കൃഷ്ണകുമാർ രാമകുമാർ ആയിരുന്നു സംവിധാനം ചെയ്തത് ആ സിനിമ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച്, GD നായിഡുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എക്സാമിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ.
ഉൾപ്പെടാം. അപ്പോൾ GD നായിഡു എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിലും വ്യവസായ പ്രമുഖരിലും ഒരാളാണ് GD നായിഡു. കേവലം 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമായിരുന്നു GD നായിഡുവിനുണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ എഡിസൺ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, കോയമ്പത്തൂരിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് അടിത്തറയിട്ട വ്യക്തിയാണ് GD നായിഡു. അദ്ദേഹത്തെ വെൽത്ത് ക്രിയേറ്റർ ഓഫ് കോയമ്പത്തൂർ എന്നും അറിയപ്പെടാറുണ്ട്. വെൽത്ത് ക്രിയേറ്റർ ഓഫ് കോയമ്പത്തൂർ എന്നറിയപ്പെടുന്നത്, കോയമ്പത്തൂരിന്റെ സമ്പത്ത് ദാതാവ് എന്നറിയപ്പെടുന്നത് GD നായിഡു ആണ്. ഓർത്തിരിക്കണം, GD നായിഡുവിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ നമ്മൾ സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. അദ്ദേഹം ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ, ഇന്ത്യയിൽ ആദ്യമായി ഒരു തദ്ദേശീയ ഇലക്ട്രിക് മോട്ടോർ നിർമ്മിച്ചത് GD നായിഡു ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ പെട്രോൾ കാർ 1952 ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പെട്രോൾ എഞ്ചിന്റെ തദ്ദേശീയ പെട്രോൾ എഞ്ചിൻ കാറിന്റെ പ്രോട്ടോടൈപ്പ്, അതായത് 2 സീറ്റുള്ള കാറ് പുറത്തിറക്കിയത് GD നായിഡു ആണ്. ഇനി അദ്ദേഹം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കുറേ ഉപകരണങ്ങളുണ്ട്. ഇലക്ട്രിക് ഷേവർ, കെരോസിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, അതായത് മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാൻ, ജ്യൂസ് എക്സ്ട്രാക്ടർ, മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, വോട്ട് രേഖപ്പെടുത്തുന്ന യന്ത്രം. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് സങ്കര ഇനം വിളകളും പുത്തൻ കൃഷിരീതികളും വികസിപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് GD നായിഡു. അപ്പോൾ ഓർത്തിരിക്കണം. അപ്പോൾ GD എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. ഇന്ത്യയുടെ എഡിസൺ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? GD നായിഡുവിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കിയ ബയോപിക് മൂവിയാണ് GDN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 2027 53ാമത് G7 ഉച്ചകോടി. നമുക്കറിയാം, അമേരിക്കയിലാണ് നടക്കുന്നത്. 2026 G7 ഉച്ചകോടി ഫ്രാൻസിലാണ്. 2027 അമേരിക്കയിലും 2026 G7 ഉച്ചകോടി ഫ്രാൻസിലും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഹർമൻപ്രീത് കൗറിനെ ആണ്. ഹർമൻപ്രീത് കൗർ ആണ് 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഹർമൻപ്രീത് കൗർ ആണ്. വൈസ് ക്യാപ്റ്റനായിട്ട് സ്മൃതി മന്ദാനയുമാണ്. അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു നദീ സംയോജന പദ്ധതിയെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ആ നദീ സംയോജന പദ്ധതി എന്ന് പറയുന്നത് കെൻ ബെത്വ. എന്താണ് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയാണ്. ആ കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയിൽ പ്രതിഷേധിച്ച് ആദിവാസികളും കർഷകരും ഒരു പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ പേര് ചിതാ പ്രക്ഷോഭം എന്നാണ്. ഈ ചിതാ പ്രക്ഷോഭം നടത്തുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് ചിതാ പ്രക്ഷോഭം നടത്തുന്നത്. ഇത് 2 നദികൾ കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയിൽ പ്രതിഷേധിച്ചിട്ടുള്ള ആദിവാസികളും കർഷകരും നടത്തുന്ന പ്രക്ഷോഭമാണ് ചിതാ പ്രക്ഷോഭം. ഇത് മധ്യപ്രദേശിലാണ് നടക്കുന്നത്. അടുത്തത് നമ്മൾ ഓൾറെഡി കേട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ തരം രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അറിഞ്ഞിരിക്കണം. അടുത്തത് ഒരു പദ്ധതിയെക്കുറിച്ചാണ്. കേരള പോലീസിന്റെ പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി എന്ന് പറയുന്ന പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി എന്ന് പറയുന്നത്. അടുത്തത് ക്ഷീരപഥത്തിന്റെ, അതായത് മിൽക്കി വേ, ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗമായ ഗാലക്റ്റിക് ബൾജ് പകർത്തിയ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ടെലസ്കോപ്പാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. യൂക്ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗമായ ഗാലക്റ്റിക് ബൾജ് പകർത്തിയ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ടെലസ്കോപ്പാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗമായ ഗാലക്റ്റിക് ബൾജ്, ഈ ഗാലക്റ്റിക് ബൾജ് പകർത്തിയ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ടെലസ്കോപ്പാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. അടുത്തത് 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ 2026 ICC വനിതാ 2020 ക്രിക്കറ്റ് കിരീടം കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിനെയാണ്
പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമുക്കറിയാം കേരളത്തിലെ KSRTCകളിലെ അല്ലേ പ്രിയദർശിനി പദ്ധതിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം, ഓർഡിനറി ബസ്സുകളിൽ. അപ്പൊ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 5 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് കെ പത്മകുമാർ. മുൻ DGP ആയ കെ പത്മകുമാറിനെയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 5 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് കെ പത്മകുമാർ, മുൻ DGP ആണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ISRO നിർമ്മിച്ച ഒരു മുന്നറിയിപ്പ് സംവിധാനത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നേത്ര എന്നാണ്. ഈ നേത്ര എന്ന് പറയുന്ന മുന്നറിയിപ്പ് സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹിരാകാശ മാലിന്യങ്ങൾ, നമുക്കറിയാം അവിടെ വെച്ചിട്ട് ബഹിരാകാശത്ത് വെച്ചിട്ട് റോക്കറ്റ്സും മറ്റും ഇതൊക്കെ ബ്ലാസ്റ്റ് ആവാറുണ്ടല്ലേ. അങ്ങനെ ബഹിരാകാശ മാലിന്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ISRO നിർമ്മിച്ച മുന്നറിയിപ്പ് സംവിധാനമാണ് നേത്ര എന്ന് പറയുന്നത്. അടുത്തത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഭാരതലോകം എന്നാണ്. ഈ പുസ്തകം രചിക്കുന്നത് ഡോക്ടർ എം ലീലാവതിയാണ്. ഡോക്ടർ എം ലീലാവതി മഹാഭാരതത്തെ ആസ്പദമാക്കി ഡോക്ടർ എം ലീലാവതി രചിക്കുന്ന പുസ്തകമാണ് ഏത്? ഭാരതലോകം. മറന്നു പോകരുത്, ഏതാണ്? ഭാരതലോകമാണ്. ലീലാവതിയാണ് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഭാരതലോകം എന്ന് പറയുന്ന പുസ്തകം രചിക്കാനായിട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ ഒരു ചാറ്റ് ബോട്ടിനെ കുറിച്ചാണ്. ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടാണ്. ആ വാട്സപ്പ് ചാറ്റ് ബോട്ടിന്റെ പേരാണ് നാളം AI. എന്താണ് നാളം AI? സർക്കാർ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച വാട്സപ്പ് ചാറ്റ് ബോട്ടാണ് ഏത്? നാളം AI എന്നുള്ളത്. സർക്കാർ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച വാട്സപ്പ് ചാറ്റ് ബോട്ടാണ് നാളം AI എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ചാട്ടി, എന്താണ് മാച്ചാത്തയില, ജാപ്പാനീസ് സഹകരണത്തോടെ ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ചാത്തയില ഉത്പാദിപ്പിച്ച സംസ്ഥാനം അസമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ചാത്തയില ജപ്പാന്റെ സഹായത്തോടു കൂടി ഉത്പാദിപ്പിച്ചത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ് 2027 കുറിച്ചാണ്. എക്സാമിന് ചോദിക്കും, ഷെയർ ആണോ? ഇപ്പൊ 2027 ജൂണിലെ ആഗോള AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ജൂണിലാണ് 2027 AI സമ്മിറ്റ് നടക്കുന്നത്. അത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എക്സാമിന് ചോദിക്കും. സ്റ്റീപ്പിൾ ചേസ് താരമായ പാറുൽ ചൗധരിയാണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച പുരുഷ അത്ലറ്റ് നിങ്ങൾക്കറിയാം, ജാവലിൻ താരമായ നീരജ് ചോപ്രയാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്, അതായത് ഗ്ലാസ്ഗോ ഗെയിംസിൽ നീരജ് ചോപ്ര വെള്ളി മെഡലൊക്കെ കരസ്ഥമാക്കിയ നമ്മൾ ഓൾറെഡി കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് അല്ലേ. അപ്പോൾ 2025 അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റീപ്പിൾ ചേസ് താരമായ പാറുൽ ചൗധരിയും മികച്ച പുരുഷ അത്ലറ്റായി മാറിയത് ജാവലിൻ താരമായ നീരജ് ചോപ്രയുമാണ്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റ ബാങ്ക് ആരംഭിക്കുന്നുണ്ട്. ഈ ഗ്രീൻ ഡേറ്റ സെന്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ആരംഭിക്കുന്നത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ. എന്താണത്? കേട്ടിട്ടുണ്ടോ? ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സീഷെൽസിന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണ്. ഓർത്തിരിക്കണം, ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഷെൽസിന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണ്. അത് 2026 ആർക്ക് ലഭിച്ചു? ജൂലൈയിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചു ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ. അടുത്തത് നമ്മുടെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട
ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. 2026 ജൂലൈയിൽ ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയതാണ് അശ്വത് എസ്. തമിഴ്നാട് നിന്നുള്ള അശ്വത് എസ് ആണ് 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി 2026 ജൂലൈയിൽ സ്വന്തമാക്കിയത്. അടുത്തത് നമുക്ക് ഗാരി സോബേഴ്സ് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം. എന്ത് ചെയ്തു? 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമാണ് ഗാരി സോബേഴ്സ്. അടുത്തത് നമ്മൾ ഇന്റർനാഷണൽ ടൈഗർ ഡേ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ലോക കടുവാ ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് ജൂലൈ 29-നാണ് ലോക കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എൽഡർ ലൈൻ. എന്താണ് എൽഡർ ലൈൻ? മുതിർന്ന പൗരന്മാർക്ക് സേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ഓർത്തിരിക്കണം. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് എൽഡർ ലൈൻ എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് എൽഡർ ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ അറിഞ്ഞിരിക്കണം. 1456 1456 എളുപ്പമുള്ള പഠിക്കാനായിട്ട്. എൽഡർ ലൈൻ എന്നാണ് മുതിർന്ന പൗരന്മാർക്ക് സേവനം ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ഇത് 1456 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ. അടുത്തത് മീഥേൻ വാതക സ്ഫോടനത്തെ തുടർന്ന് തകർന്ന സമദുർഗ് തുരങ്കം. എന്താണ് സമർദുംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീഥേൻ വാതക സ്ഫോടനത്തെ തുടർന്ന് തകർന്ന സമർദുംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം സംസ്ഥാനത്താണ് സമർദുംഗ് തുരങ്കം. നിങ്ങൾ കേട്ടുകാണും മീഥേൻ വാതക സ്ഫോടനം ആ തുരങ്കത്തിൽ ഉണ്ടാവുകയും ആളുകളൊക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച്. നമുക്കറിയാം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് നടന്നത്. ഓസ്ട്രേലിയയിൽ നടക്കാനായിരുന്നതാണ്. പിന്നീടത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റി. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ക്ലാസ്, അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, കോമൺവെൽത്ത് നേഷൻസിനെ കുറിച്ചും കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുമൊക്കെ 3 ക്ലാസ്സുകൾ അതിൻ്റെ 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതിയാവും. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എക്സാമിനും അത് പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്കറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് പുതിയൊരു വ്യക്തി നിയമിതനായ ആൻഡി ബേൺഹാം ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട്. എക്സാമിന് ചോദിക്കും, കെയിൽ സ്റ്റാമറൊക്കെ മാറി. അപ്പോൾ ആൻഡി ബേൺഹാം ആണ്. ആൻഡി ബേൺഹാം മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വകുപ്പ് മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് കനിഷ്ക നാരായണനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം മന്ത്രിസഭയിൽ AI മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് കനിഷ്ക നാരായണൻ. നമുക്കറിയാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണ്. അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ നോക്കുന്നത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനായി 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് 2026 നടക്കുന്നത്. ഈ കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് മായൂർ. ഈ മായൂർ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ഭാഗ്യചിഹ്നമാണ്. 2026 22ാമത് കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി ആണ്. അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിംഗും പിന്തുണയും നൽകുന്നതിനായി കേരള ആരോഗ്യ വകുപ്പും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM സംയുക്തമായി നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് NRHM. അതുപോലെ തന്നെ കേരള ആരോഗ്യ വകുപ്പും നടപ്പിലാക്കുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിങ്ങും പിന്തുണയും നൽകുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് ഭൂമിക. എക്സാമിന് ചോദിക്കും. അടുത്തത് ഒരു
പദ്ധതിയെക്കുറിച്ചാണ്. വന്ദേ ഭാരതം. വന്ദേ ഭാരതം എന്താണ്? രാജ്യത്തുടനീളമുള്ള സംരംഭകരെയും പുതിയ ആശയങ്ങളുള്ളവരെയും കണ്ടെത്തി പിന്തുണയ്ക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് തുടക്കം കുറിച്ച പുതിയ പദ്ധതിയാണ് വന്ദേ ഭാരതം. വന്ദേ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുടനീളമുള്ള സംരംഭകരെയും പുതിയ ആശയങ്ങൾ ഉള്ളവരെയും കണ്ടെത്തി പിന്തുണയ്ക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് തുടക്കം കുറിച്ച പുതിയ പദ്ധതിയാണ് ഇത്, വന്ദേ ഭാരതം. അടുത്തത് നമ്മുടെ തട്ടേക്കാട് ഭക്ഷ്യ സങ്കേതം കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ട എങ്ങനെയാണ്? നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖലയായി കണ്ടെത്തിയത് തട്ടേക്കാട് ഭക്ഷ്യ സങ്കേതമാണ്. നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു പ്യൂർ എയർ ലഭിക്കുന്ന വനമേഖലയെ കണ്ടെത്തിയ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു സംഘടനയെ കുറിച്ചാണ്. ആ സംഘടനയുടെ പേരാണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. എന്താണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി? ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാൻ രൂപവൽക്കരിച്ച സംഘടനയാണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാൻ രൂപവൽക്കരിച്ച സംഘടനയാണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് എന്ന് പറയുന്ന ഒരു സുരക്ഷാ നടപടിയാണ്. ഇത് നടപ്പിലാക്കിയത് ഗുജറാത്ത് പോലീസാണ്. സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് ആരംഭിച്ച സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് ഗുജറാത്ത് പോലീസാണ് നടപ്പിലാക്കിയത്. ഗുജറാത്ത് സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കുന്നതിനായിട്ട് ആരംഭിച്ച സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട്. ഇനി നമുക്കറിയാം, അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി അടുത്തിടെ ഒരു വിധിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്ന് നിങ്ങൾ കേട്ടതാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയാം, ഒരു കോളനി, ഒരു പവിഴപ്പുറ്റ്, ജീവനുള്ള പവിഴപ്പുറ്റ്, അതായത് ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിൽ ഒന്നായ പൊട്ടാറ്റോ പാച്ച് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തി. അപ്പോൾ ആ കണ്ടെത്തിയ പൊട്ടാറ്റോ പാച്ച്, ആ പൊട്ടാറ്റോ പാച്ചിന്റെ പേരെന്താണെന്ന് അറിഞ്ഞിരിക്കണം. കടമത്ത് ദ്വീപ്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിന് സമീപമാണ് ആ പൊട്ടാറ്റോ പീച്ച് എന്ന് പറയുന്ന പവിഴപ്പുറ്റ്? ഏത് ദ്വീപിലാണ് കണ്ടെത്തിയത്? കടമത്ത് ദ്വീപിലാണ്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിന് സമീപമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനിയാണ്. ആ കോളനിയിൽ ഒന്നാണ് പൊട്ടാറ്റോ പാച്ച് എന്ന് പറയുന്നത്. ഈ പൊട്ടാറ്റോ പാച്ച് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയത് ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, യൂണിക്കോൺ. എന്താണ് യൂണിക്കോൺ? ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്നതിനായി ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നിർമ്മിക്കുന്ന റഡാർ സംവിധാനമാണ് യൂണിക്കോൺ. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്നതിനായി ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നിർമ്മിക്കുന്ന റഡാർ സംവിധാനമാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അടുത്തത് പി ചൗധരി. ആരാണ് പി ചൗധരി? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്ന അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പി ചൗധരി. അപ്പോൾ പി ചൗധരി എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? പി ചൗധരി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പി ചൗധരി. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പദ്ധതിയെ കുറിച്ചാണ്. സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ. എന്താണ്?
സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും കൗൺസിലിംഗും ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ പദ്ധതി. ഇനി അടുത്തത് ദി ഓർഡർ ഓഫ് വൈറ്റ് ഡബിൾ ക്രോസ് എന്താണ്? കേട്ടിട്ടുണ്ടോ? ദ ഓർഡർ ഓഫ് വൈറ്റ് ഡബിൾ ക്രോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് വൈറ്റ് ഡബിൾ ക്രോസ്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയാണ്. സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് വൈറ്റ് ഡബിൾ ക്രോസ്. ഇത് ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് 2026 ലഭിച്ചു. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ SSK നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? സമഗ്ര ശിക്ഷ കേരള. ഈ സമഗ്ര ശിക്ഷ കേരളയുടെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ കെ മോഹനകുമാർ ആണ് SSKയുടെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറായി നിയമിതനായത്. അടുത്ത ഒരു പോയിന്റ് കൂടെ ഉൾപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി 2 ക്ലാസ്സും കൂടി ഉണ്ടാവും ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ബോളിവുഡ് ചിത്രമാണ് ദാദാ ദ സൗരവ് ഗാംഗുലി സ്റ്റോറി. എന്താണ്? ദാദാ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ദ സൗരവ് ഗാംഗുലി സ്റ്റോറി എന്ന് പറയുന്ന ചിത്രം വിക്രമാദിത്യ മൊത്യാന ആരാണ്? വിക്രമാദിത്യ മൊത്യാനെ ആണ് സംവിധാനം ചെയ്യുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ബോളിവുഡ് ചിത്രമാണ് എന്താണ്? ദ സൗരവ് ഗാംഗുലി സ്റ്റോറി. ദാദാ ദ സൗരവ് ഗാംഗുലി സ്റ്റോറി എന്നുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ബോളിവുഡ് ചിത്രമാണ്. വിക്രമാദിത്യ മൊത്യാന ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ് ആണ് മനസ്സിലാക്കി. ഇനി 2 ക്ലാസ്സും കൂടി ഉണ്ടാവും. അതിനകത്ത് കുറേയധികം വസ്തുക്കൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.